ഹായ് ഫ്രണ്ട്സ്, ഇത് എൻ്റെ വീട്ടിലെ ചെറിയൊരു പൂജാമുറിയാണ്. ചെറിയ ദേവിമാരുടെയും ചോറ്റാനിക്കരമ്മയുടെയും ശിവപാർവതിയുടെയും ലക്ഷ്മി ദേവിയുടെയൊക്കെയാണ്. ഇന്ന് എൻ്റെ വീട്ടിൽ ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശ അത് ഞാൻ മറിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി അരി ഇടാൻ പോവാം. ഉച്ചത്തേക്ക് ചോറിന് വേണ്ടി കുറേ പാത്രമൊക്കെ കഴുകാനുണ്ട് എനിക്ക്. അരി കഴുകി നമുക്ക് ഇടാൻ പോകും. ഉച്ചത്തേക്കുള്ളതാണത്. കുറച്ച് പഴഞ്ചോറുണ്ട്. ഇത് നല്ല അരി ഇടുന്നതാണ്. നല്ലോണം ഞാൻ കുറേ പ്രാവശ്യം കഴുകി വെളുപ്പിച്ചതിന് ശേഷം ഞാൻ ഇടുള്ളൂ. റേഷൻ കടയിൽ അരിയാണ്, അഴുക്കുണ്ടാവും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങളുടെ ലൈക്കും ഷെയറും ചെയ്യണേ. അരി ഞാൻ ഇടാൻ പോവാണേ. അരി ദേവീനെ വിചാരിച്ച് ഞാൻ അരി അടുപ്പത്തേക്ക് ഇട്ടു. ഞാനിങ്ങനെ ഇടണം. കുറേ പാത്രം കഴുകാനുണ്ട്. ആ പാത്രമൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കും. രാവിലത്തെ ചായയുടെ പാത്രങ്ങളെല്ലാം ഇനി അത് ഓരോന്നോരോന്നായിട്ട് കഴുകി ഞാനതും എല്ലാം മുകളിലേക്ക് എടുത്ത് വച്ചിട്ട് തുടച്ച് ഞാൻ എടുത്ത് വയ്ക്കും. എല്ലാം ടർക്കി കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ വയ്ക്കുള്ളൂ. അതിനുശേഷം ഞാൻ ചായ കുടിക്കാൻ പോവാം. കട്ടൻ ചായയും 2 ദോശയും സാമ്പാറും ആയിരുന്നു. നല്ല സാമ്പാറായിരുന്നു. ബ്രാഹ്മിൻസ് ഇട്ട നല്ല സാമ്പാറായിരുന്നു. നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെണ്ടയ്ക്കയും തക്കാളിയും എല്ലാം ഇട്ട് നല്ല ടേസ്റ്റുള്ള സാമ്പാറായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസത്തേക്ക് ഇത്തിരി ഉഴുന്നും പച്ചരിയും ഉലുവയും കൂടി ഇഡ്ഡലിക്കുള്ളത് ഞാനിട്ട് വൈകുന്നേരം ആകുമ്പോൾ അത് അരിച്ചെടുക്കും. ഇത് കുതിരാൻ വേണ്ടി കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് ഞാൻ എടുത്ത് വയ്ക്കാൻ പോവാം മുകളിലോട്ട്. നല്ലോണം കഴുകണം. അതിൻ്റെ ഇത് പോണ വരെ ഞാൻ കഴുകും. പിന്നെ 2 പഴം ഉണ്ടായി. ഇന്നലെ വാങ്ങിച്ച പഴമാണ് 2 അത് ആരും തിന്നില്ല. അത് ഞാൻ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കയറ്റി വെച്ചു. പിന്നെ ഉച്ചത്തേക്ക് സവാള ഇഷ്ടം പോലെ ഉണ്ട്. അത് ഞാൻ നന്നാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവാണ്. ഉരുളക്കിഴങ്ങും സവാളയാണെന്ന് കറി ഉച്ചയ്ക്ക്. പച്ചമുളകും സവാളയും ഉരുളക്കിഴങ്ങും നല്ലോണം ഇഞ്ചിയൊക്കെ നല്ലോണം കഴുകിയിട്ട് വേണം അത് അരിഞ്ഞെടുക്കാൻ. സവാള നന്നാക്കി വെച്ച് ഇത്രയൊന്നും ഇടില്ല. ഞാൻ നന്നാക്കി വെച്ചതാണ്, ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചതാണ്. ഉള്ളി സവാളയെല്ലാം നന്നാക്കി വയ്ക്കും. അപ്പോൾ പിന്നെ എടുക്കാൻ എളുപ്പമുണ്ടല്ലോ. ഇനിയെല്ലാം ഞാൻ തക്കാളി ഉള്ളിയൊക്കെ ഇരിക്കേണ്ട കുറച്ച് ഉള്ളിയേ ഉള്ളൂ. പിന്നെ കുഞ്ഞിതായിട്ട് ഉരുളക്കിഴങ്ങ് ഞാൻ അരിഞ്ഞ് വെച്ചു. അങ്ങനെ വൈകുന്നേരമായി. ഞാൻ ചായ കുടിക്കാനിരുന്നപ്പോൾ ഒരു കാക്ക എന്നെ വന്നിങ്ങനെ നോക്കിയിരിക്കുകയാണ്. എൻ്റെ കയ്യിലൊന്നും ഉണ്ടായില്ല കൊടുക്കാൻ. അത് വന്ന് കുറേ നേരം എന്നെ നോക്കിയിരുന്നു. അവസാനം അത് വന്ന് അവിടുത്തെ വെള്ളം വച്ചിട്ടുണ്ട് ഞാൻ കുടിക്കാൻ വേണ്ടി ആ കാക്കയ്ക്ക്. ആ കാക്ക അവിടെ വന്ന് ആ വെള്ളം കുടിച്ചിട്ട് കണ്ടോ, കാക്ക വെള്ളം കുടിച്ചിട്ട് പോവാണ്. ഇത് വൈകുന്നേരമാണ്. ഒരു 4:30-5 മണിക്കുള്ളതാണ്. ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശം നല്ല വാഴയാണ്, നല്ല തണലാണ്. ഒരു പൂച്ച പോകണുണ്ട്. എല്ലാ പൂച്ചകളും ഇങ്ങനെയാണ്. മുറ്റത്തേക്കൂടെ നടക്കില്ല, മതിലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്നാണ് സഞ്ചാരം. ഒറ്റ പൂച്ച ഇപ്പോൾ താഴത്തെ കൂടെ പോക്കില്ല. അടുത്തടുത്ത് വീടുകളായതുകൊണ്ട് എല്ലാം മതിലിൻ്റെ മുകളിൽ കൂടെയാണ് സഞ്ചാരം. അപ്പുറം വീട്ടിലെ പൂച്ച ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളും പൂച്ചകളും ഒക്കെ ഉണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.